ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ കപ്പലണ്ടി. അത് നല്ല ചൂട് വറുത്ത മസാല കപ്പലണ്ടി വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയാലോ? അടിപൊളിയല്ലേ? ഹലോ, ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ട് ഫസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്തോളൂ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യൂ കേട്ടോ. ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങളുടെ കമൻസ് എല്ലാവരും അറിയിക്കണം. ഫുൾ വീഡിയോ തന്നെ എല്ലാവരും വാച്ച് ചെയ്യണം. ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോവാതെ എല്ലാ വീഡിയോസും ഫുൾ തന്നെ വാച്ച് ചെയ്യണം. നിങ്ങളുടെ കമൻസ് അറിയിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ വരുത്താൻ പറ്റുള്ളൂ. ഇമ്പ്രൂവ് ചെയ്യണോ ഇതെല്ലാം നിങ്ങളുടെ ഒപ്പീനിയൻസും കമൻസും ഒക്കെ വഴിയല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സോ വെൽക്കം ടു മൈ കിച്ചൺ. നല്ല ചൂട് മസാല കപ്പലണ്ടി ഉണ്ടാക്കിയെടുത്താലോ? എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലോട്ട് പച്ചക്കടല, അതായത് കപ്പലണ്ടി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നല്ല ചൂടായി വന്നിട്ടാണ് ചേർക്കേണ്ടത്. കപ്പലണ്ടി ആദ്യം ഇടുമ്പോൾ ഒന്ന് പൊട്ടി വരും. അതുകൊണ്ട് കുറച്ച് വലിയ തവി യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുറച്ച് മാറി നിന്ന് നമുക്ക് ചെയ്യാമല്ലോ. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. നല്ല ടേസ്റ്റായിട്ടുള്ള കപ്പലണ്ടി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. കപ്പലണ്ടി എല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ശബ്ദം കേൾക്കും. അതൊന്ന് പൊട്ടുന്ന ആ ശബ്ദം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം. അന്നേരത്തേക്ക് ഒരുപാട് മൂത്ത് പോകരുത്, അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. ഈ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് ഞാൻ കോരിയിട്ടുണ്ട്. ഒരു ട്രിപ്പും കൂടെ ഞാൻ അതായത് 2 ഇതായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. 1/2 kg കപ്പലണ്ടിയാണ് ഞാനിവിടെ ഇപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അടുത്ത ട്രിപ്പും കൂടെ ആയി. അതും കൂടെ കോരിയെടുത്ത് കഴിഞ്ഞാൽ ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കറിവേപ്പില ഒന്ന് വറുത്ത് കോരിയെടുത്താൽ മതി. ഇനി നമ്മുടെ മസാലകൾ ചേർക്കാം. കുറച്ച് പാകത്തിന് അത് ഉപ്പ് ചേർക്കുക. അതിലോട്ട് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്, നമ്മുടെ എരിവിന് പാകത്തിനനുസരിച്ച്. ഓരോരുത്തർക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം, ഒരു നോർമൽ എരിവ് കിട്ടത്തക്ക രീതിയിലുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഞാൻ കാശ്മീരിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ആണ് ചേർത്തേക്കുന്നത്. ഇത് നല്ലതായിട്ട് സ്പൂൺ വെച്ച് ഇളക്കിയെടുത്ത് അത് പാകത്തിന് ഉപ്പൊക്കെ ആയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ? ഒരു പാടും ഇല്ലല്ലോ. അപ്പോൾ ഇനി കടയിൽ നിന്നൊന്നും ആരും മസാല കപ്പലണ്ടി വാങ്ങിക്കണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളി കപ്പലണ്ടി റെഡിയാക്കി എടുക്കാം. നല്ല എയർ ടൈറ്റ് ബോട്ടിലിൽ ആക്കി വെച്ചിരുന്നാൽ മതി. 2 to 3 വീക്സ് വരെ നല്ല ക്രിസ്പി കപ്പലണ്ടി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ കമൻസ് അറിയിക്കുക. Till then, it's bye from SwapnaArun.